തിരുവനന്തപുരം സെൻട്രലിലെ NDA സ്ഥാനാർത്ഥി ശ്രീ കരമന ജയൻ നമുക്കുമുണ്ട്. വെൽക്കം കരമന ജയൻ. കരമന ജയൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് അറിയില്ല, ജയേട്ടൻ എന്ന് പറഞ്ഞാൽ അറിയത്തുള്ളൂ. ജയേട്ടൻ തിരുവനന്തപുരത്തിന്റെ ഒരു അസറ്റാണെന്നാണ് ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള ചില ആളുകളൊക്കെ പറയുന്നത്. അസറ്റാണോ? അവരങ്ങനെ പറയണമെങ്കിൽ ആയിരിക്കും. കാരണം എന്റെ പെരുമാറ്റവും സഹകരണവും എല്ലാം അങ്ങനെയാണല്ലോ. ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായിട്ട്, മതത്തിനൊക്കെ അതീതമായിട്ട്. വെള്ളം നിന്നാലും കറണ്ട് പോയാലും നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ജയേട്ടനെ വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും ഇടപെടും. അത് 16 വർഷം മുമ്പേ മൊത്തം ജില്ലകൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പാന്നല്ലോ ഇവരുടെ ജില്ലാ കമ്മിറ്റിയിൽ ഉപയോഗിച്ചത്. അന്ന് ജില്ലാ പ്രസിഡന്റാണ്. അന്ന് നമ്മൾ പൂജപ്പുരയിലെ വീട്ടിലൊക്കെ പോയി ബൈറ്റ് എടുത്തു. അത് ശക്തനാണ്. 10 സമയങ്ങളിലൊക്കെ. അതെ. അപ്പം ശ്രീ കരമന ജയൻ ഏറെക്കാലമായി നമ്മൾ മാധ്യമപ്രവർത്തകർക്കിടയിലൊക്കെ ജയേട്ടൻ എല്ലാവർക്കും അറിയാം. പക്ഷെ അപ്രതീക്ഷിതമായിരുന്നു സ്ഥാനാർത്ഥിത്വം. അപ്രതീക്ഷിതം തീരുമാനം വൈകി എന്നുള്ളതേ ഉള്ളൂ. ഞാന് 2 പ്രാവശ്യം മത്സരിച്ച പാറശാലയാണ്. വേറൊരു അകന്ന ഒരു സ്ഥലത്ത് പോയി മത്സരിച്ചു, വലിയ വോട്ട് നേടി. 2016 33,000 വോട്ട്, 10,000-ൽ നിന്ന് 33,000-ലേക്ക് വർദ്ധിച്ചപ്പോൾ ആ പാറശാലയിലെ ജനങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റ്, അവരുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി 5 വർഷം വീടെടുത്ത് ആ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അവിടുത്തെ എല്ലാ വിഷയങ്ങളും, സിറ്റിയിൽ ജനിച്ചു വളർന്ന എനിക്ക് ഗ്രാമത്തിന്റെ അന്തരീക്ഷം, അവിടുത്തെ പ്രശ്നങ്ങള്, വിഷമങ്ങളൊക്കെ കാണാനുള്ള ഒരു എക്സ്പീരിയൻസ്. സെൻട്രലിലേക്ക് വരുമ്പോ സ്വന്തം നാട്ടിൽ തന്നെ മത്സരിക്കാൻ അവസരം. സ്വന്തം നാട്, ഞാൻ ജനിച്ചു വളർന്ന കരമന ജനാർദ്ദനൻ നായർ, സുധീർ കരമന, പിന്നെ കരമന ജയൻ. അതായത് മേലാറന്നൂർ, കരമന മേലാറന്നൂരാണ് ഞാൻ ജനിച്ചത്. ആ മണ്ഡലം ഉൾപ്പെടുന്ന, ആ സ്ഥലം ഉൾപ്പെടുന്നതാണ് ഇപ്പൊ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം. ജന്മസ്ഥലത്ത് മത്സരിക്കാൻ ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി, ജനങ്ങളുടെയും പാർട്ടിയുടെ അനുഗ്രഹത്തോടുകൂടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയിലുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ഭരണസമിതി അംഗമാണ്. അതിൽ കേന്ദ്ര സർക്കാർ നോമിനിയാണ്. സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഭദ്രമായി തന്നെ ഉണ്ട്. അതൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് ചോദിക്കാവുന്നില്ല. അല്ല, ഇനിയിപ്പോ വീണ്ടും തുറക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുറക്കണമെന്നുള്ള ഇപ്പൊ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട്. അല്ല, തുറക്കാത്തൊരു നിലവറയാണ് B നിലവറ, B2. അത് തുറന്നിട്ടില്ല. ബാക്കിയെല്ലാം തുറന്നെല്ലാം പരിശോധിച്ച് അതിന്റെ കൃത്യമായ കണക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് നമ്മൾ വിചാരിച്ചു കരമന ജയനായിരിക്കും നമ്മുടെ കോർപ്പറേഷന്റെ മേയറായിട്ട് വരാൻ സാധ്യതയുള്ളത് അല്ലേ? ആ പേരൊക്കെ കേട്ടു. അത് ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ പ്രവർത്തനം, കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നുള്ള ദൌത്യമാണ് എന്നെ ഏൽപ്പിച്ചത്. അതാണല്ലോ സിറ്റി ജില്ലാ പ്രസിഡന്റ് ആക്കിയത്. കോർപ്പറേഷൻ ഭരണം പിടിക്കണമെന്ന് പാർട്ടി എന്നോട് നിർദ്ദേശിച്ചു, ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. റവന്യൂ ജില്ലയുടെ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. ഒരു സിറ്റിയിൽ 4 നിയോജക മണ്ഡലം പ്രസിഡന്റ് ആവാൻ കാരണം ഈ ദൌത്യം, ആ ദൌത്യം നിർവഹിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു കാൻഡിഡേറ്റ് ആവാൻ ആഗ്രഹിച്ചില്ല, അത് വേണ്ടാൻ തീരുമാനിച്ചു. മേയറെ സൃഷ്ടിക്കുക, ഡെപ്യൂട്ടി മേയറെ സൃഷ്ടിക്കുക, അതാണ് ജോലി. അത് കൃത്യമായി ചുമതലയായി മാറി. ആദ്യമായി അപ്പം അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചൊരു ആത്മവിശ്വാസമുണ്ട്. ഇപ്പം മത്സരിക്കുന്ന തിരുവനന്തപുരത്താവട്ടെ, തിരുവനന്തപുരം സെൻട്രലിലാവട്ടെ, LDF-ന് ഒരു നേരിയ എഡ്ജ് തദ്ദേശത്തിൽ വന്നിട്ടുണ്ട്. അതെ, അത് ചില പ്രാദേശികമായ വാർഡുകളുടെ കണക്ക് വളരെ നേരിയ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പൊ ഏറ്റവും വലിയ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, വെട്ടുകാട് പള്ളി. അതെ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, വെട്ടുകാട് പള്ളി, ഭീമാപള്ളി, ഈ 3 മതസ്ഥാപനങ്ങൾ, വലിയ ജനങ്ങൾ, ഭക്തരൊക്കെ ഉള്ള ഒരു സ്ഥാപനങ്ങൾ നിൽക്കുന്ന ഒരു മണ്ഡലം. പാളയം പള്ളിയുണ്ട്, ഗണപതി പോലുണ്ട്, പാളയം ചർച്ചുണ്ട്, എല്ലാം സെക്രട്ടേറിയറ്റ് ഉണ്ട്. പിന്നെ BJPയുടെ മാരാർജി ഭവനുണ്ട്. ഏറ്റവും പവർഫുൾ MLA ആവും ജയിച്ചു വന്നാൽ, മതേതര MLA, ദ മോസ്റ്റ് പവർഫുൾ. തീർച്ചയായിട്ടും എല്ലാ വിഭാഗം ജനങ്ങളെയും നെഞ്ചോട് ചേർത്ത് തന്നെ മുമ്പോട്ട് പോകും. എന്താ ജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലേക്ക് ഞാൻ കഴിഞ്ഞ വർഷങ്ങളായിട്ട് 40-45 വർഷക്കാലമായി തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അവിടെ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനായിട്ടും സാധാരണ ഒരു വാർഡ് തലത്തിൽ കരമന വാർഡിന്റെ പ്രസിഡന്റ് തൊട്ട് തുടങ്ങിയതാണ് ഞാൻ. അപ്പൊ അവിടെ വരെ ഇവിടെ വരെ നിൽക്കുമ്പോൾ ഞാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു കുടുംബത്തിലെ അംഗങ്ങളായിട്ട് തന്നെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ലെറ്റിൻ വോട്ടൊക്കെ അതൊരു കാലഘട്ടത്തില് ലെറ്റിൻ വോട്ടൊക്കെ BJP കിട്ടൂല എന്നൊരു തോന്നലുണ്ട്. ഇപ്പൊ ഞങ്ങള് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പില് വലിയതുറ, വെട്ടുകാട്, ഭീമാപള്ളി പ്രദേശങ്ങളിലൊക്കെ BJP സ്ഥാനാർത്ഥികൾ ലെറ്റിൻ സമുദായത്തിലുള്ള സ്ത്രീകളായിരുന്നു. അവരെല്ലാം ഇന്ന് ആക്റ്റീവാണ്. FCR ഒന്നും പ്രശ്നമില്ല. FCR ഒന്നും അങ്ങനെ ക്രിസ്ത്യൻ സമൂഹത്തിനെ തകർക്കാൻ വേണ്ടിയൊന്നും അല്ല എന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. FCRന്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അതൊക്കെ ഈ പടച്ചുവിടുന്ന കാര്യങ്ങളാണ്. അതൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതൊരു ചർച്ചയല്ലേ. ലവ് ജിഹാദ് ഈ ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നു, ചേട്ടനോട് അഭിപ്രായം എന്താ? ലവ് ജിഹാദ് വിഷയം ഉണ്ടല്ലോ, ആ വിഷയം പ്രശ്നമാണ്. പക്ഷെ അന്നും നമ്മളൊരു മതത്തിനെയും എതിരായിട്ടുണ്ടോ എന്ന് കാണേണ്ടത്. ഒരു മതത്തിനും, മുസ്ലിം മതത്തിനെയോ ക്രിസ്ത്യൻ മതത്തിനെയോ അങ്ങനെ ഒരു മതത്തിനെതിരായിട്ടുള്ള ഒരു ജിഹാദായിട്ടോ അങ്ങനെ നമ്മൾ കാണുന്നില്ല. പക്ഷെ അത്
അതിനകത്ത് രാഷ്ട്രവിരുദ്ധത ഉണ്ടെങ്കിൽ അതിനെ എതിർക്കുക എന്നുള്ളതാണ് നമ്മൾ അത്രേ ഉള്ളൂ. ചേട്ടന്റെ അഭിപ്രായത്തിൽ അങ്ങനെ അതൊരു വലിയ ഭീകര ഭീഷണിയൊന്നും അല്ല കേരളത്തിൽ. അല്ല ഭീഷണിയാണ്, ഭീകര ഭീഷണിയാണ്. പക്ഷെ അതിനെ ഒരു മതത്തെ പ്രത്യേക വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുള്ള BJP നയമൊന്നും അതിനകത്തില്ല. ഓക്കെ, അപ്പൊ ഉഷാറാണ്, ആത്മവിശ്വാസത്തോട് മുന്നോട്ട് ആത്മവിശ്വാസത്തോടെ പോകുന്നു. ഞാൻ CP ജോണും സുധീർ കരമനയുമാണ്. തീർച്ചയായിട്ടും അവരുടെ അടുത്ത സുഹൃത്തുക്കളാണ്. സുധീർ കരമന ഞങ്ങളുടെ നാട്ടുകാരാണ്. ജോണേട്ടൻ ഞാനൊരു വർഷങ്ങളിൽ ജോണേട്ടനെ കാണുമ്പോൾ തന്നെ എപ്പോഴും പണ്ട് പറയാറുണ്ട്, ചന്ദനക്കുറിയും താടിയും വെച്ച ജയനാണ് തിരുവനന്തപുരത്തിന്റെ മുഖം എന്ന് എപ്പോഴും എന്നെ വലിയ പ്രചോദനം തരാറുണ്ട്. ഈ ചന്ദനക്കുറി എവിടെ നിന്നിരിക്കുന്നത്? ഇത് പത്മനാഭസ്വാമി ക്ഷേത്രം. അതെ അതെ, ദിവസവും രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം 25 വർഷമായി ദർശനം ചെയ്യുന്ന ഒരു ഭക്തനാണ് ഞാൻ. പിന്നെ മറ്റ് മതങ്ങളുടെയും ഞാൻ അംഗീകരിച്ചു പോകുന്നതാണ്. കാരണം ജയോ എന്ന് വേണമെങ്കിൽ വിളിക്കും. അതെ, അത് മാത്രമല്ല ഈ നമ്മുടെ ഈ എല്ലാ വർഷവും ഞാൻ ക്രിസ്മസ് സംഗമം വയ്ക്കാറുണ്ട്. അതിൽ ഇമാംമാര്, ബിഷപ്പുമാര്, സ്വാമിമാരെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടും കാരുണ്യ പ്രവർത്തനമാണ്. ഭാരതീയം ട്രസ്റ്റിന്റെ ചെയർമാനാണ് ഞാൻ. ഇഫ്താർ സംഘടന എല്ലാ വർഷവും അതൊന്നും മുടക്കാതെ. അത് ഈ സ്ഥാനാർത്ഥി വേഷം കെട്ടിവന്ന് മതേതരത്വം പറയുന്ന ഒരാളല്ല ഞാൻ. ശരിക്കും ഞാൻ വർഷങ്ങളായിട്ട് ഇതെല്ലാം കൃത്യമായി നടത്തിക്കൊണ്ടു പോകുന്നതാണ്. അപ്പൊ കരമന ജയൻ നമുക്കൊപ്പം. താങ്ക് യു കരമന ജയൻ, എല്ലാവിധ ആശംസകളും നേരുന്നു. വികസനമാണ് ലക്ഷ്യം, നാടിന്റെ വികസനം. നമുക്ക് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ഒട്ടേറെ വികസനങ്ങളുണ്ട്, ചെയ്യാനുണ്ട്. തീരപ്രദേശത്തെ ജനങ്ങൾ വളരെ വിഷമത്തിലാണ്, പ്രതിഷേധത്തിലാണ്. കാലാകാലങ്ങളിൽ ജയിച്ചിട്ടുള്ള MLA-മാരൊന്നും അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. വലിയതോല മാർക്കറ്റിന്റെ അടുത്ത സ്ത്രീകൾ, മത്സ്യത്തൊഴിലാളിയ സ്ത്രീകൾ പറഞ്ഞ വിഷമങ്ങളുണ്ട്. അവർക്ക് ടോയ്ലറ്റ് സൗകര്യം കൊടുത്തിട്ടില്ല, ആശുപത്രി, ഇതെല്ലാം ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP വന്ന ശേഷം ആശുപത്രിയുടെ കാര്യത്തിന് 35 ലക്ഷം രൂപ മാറ്റിവെച്ചു. ഇപ്പം ടോയ്ലറ്റ് സംവിധാനം മേയർ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഇത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തീരദേശത്തെ ജനങ്ങളുടെ വിഷമങ്ങൾ വരെ കേട്ട് അതെല്ലാം പരിഹരിക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ്. കർമ്മ പദ്ധതിയുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഗംഭീരമാവട്ടെ, ഉഷാറാവട്ടെ. പപ്പരാമൻ അനുഗ്രഹിക്കുന്നെങ്കിൽ അനുഗ്രഹിക്കുന്നത് ജനങ്ങളും. താങ്ക് യു. ശ്രീ കരമന ജയൻ എന്ന് നമ്മുടെ ജയേട്ടനാണ് മത്സരിക്കാൻ ഇറങ്ങുന്ന തിരുവനന്തപുരം സെൻട്രലിൽ. മത്സരം കടുത്തതാണ്, ഒരു സംശയവുമില്ല. LDF പറയേണ്ട കാര്യങ്ങളുണ്ട്, UDF പറയേണ്ട കാര്യങ്ങളുണ്ട്. CP ജോൺ അവിടെ ഒരു എഡ്ജുണ്ട് എന്നുള്ളൊരു വിവരമുണ്ട്. പക്ഷേ CP ജോണിനോടൊപ്പം തന്നെ ഓടിയെത്താൻ രണ്ടുപേരെ ശ്രമിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ CP ജോൺ വന്നൊരു ആനുകൂല്യം CPക്ക് അവിടെയുണ്ട്. സുധീർ കരമന ഏറ്റവും ഒടുവിലാണ് എഴുതിയത്. പക്ഷേ സുധീർ കരമന ഒരു പ്രൊഫൈലുള്ള ആളാണ്, അധ്യാപകനാണ്, നടനാണ്, പോപ്പുലറാണ്. വിശദീകരണത്തിന് ആവശ്യമില്ല. കരമന ജയൻ നാട്ടിൽ തന്നെയുള്ള മനുഷ്യനാണ്. അങ്ങനെ ഒരുപാട് സാധ്യതകൾ ആ മണ്ഡലത്തിലുണ്ട്. ജനം ഏത്